ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തൊരു സോപ്പാണ് കേട്ടോ ഇത്. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു സോപ്പ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്താ സംഭവം എന്നല്ല, ഇതാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആവാരം പൂവിൻ്റെ സോപ്പാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ നമ്മുടെ എൻ്റെ അച്ഛനാണത്. അച്ഛൻ പറിച്ചിട്ടിരിക്കണതാണ് കേട്ടോ അതും. അപ്പോൾ നമുക്ക് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും നമുക്കും ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് പോയിട്ട് വന്ന വഴിക്ക് ഒരു വീട്ടിലിങ്ങനെ നിൽക്കണ കണ്ട് അവരുടെ അടുത്ത് ചോദിച്ചത് ആ പൂവല്ലേ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞാൽ അത് ആവാരം പൂവാന്ന് പറഞ്ഞു. ഒരു തമിഴ് ഫാമിലിയുടെ വീടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അവർ ചെന്നൈയിൽ നിന്ന് കൊണ്ടുപോയി നട്ടതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് അതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൊല മാതിരിയാണ് കേട്ടോ അതിൻ്റെ ഒരു വിത്ത് ഉണ്ടാവുന്നത്. അതിൻ്റെ പച്ചയുണ്ട്, മൂത്തതും ഉണ്ട് കേട്ടോ. ഇല ഒരു പുളിയിലോട് ഏകദേശം സാമ്യമുള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഇല വരുന്നത്. നല്ല മഞ്ഞ കളറിലുള്ള പൂവാണ്. ഏകദേശം കണിക്കൊന്ന പൂ മാതിരിയൊക്കെയാണ് കേട്ടോ ഈ ഒരു പൂ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തകരയുണ്ടല്ലോ, ആനത്തകര, ആ ഒരു തകരയുടെ പൂ മാതിരി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ ജസ്റ്റ് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് സോപ്പാണെന്ന് പറയാമോ എന്നുള്ളത്. ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹണിയുടെ സോപ്പാണോ, മഞ്ഞളുടെ സോപ്പാണോ, ക്യാരറ്റ് സോപ്പ്, പിയേഴ്സിൻ്റെ സോപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു, നാൽപ്പാമരാതിയുടെ സോപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആവാരം പൂവാന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പൂവ് ഫ്രഷ് ഫ്ലവർ നമ്മളിവിടെ പറിച്ച് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കേണ്ടതുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പൂ അങ്ങനെ തന്നെ പൊട്ടിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതള തിരിച്ചിട്ടും എടുക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. വളരെയധികം ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇലയും പൂവും അതുപോലെ അതിൻ്റെ ഒരു വിത്തുണ്ടല്ലോ, വിത്തും തൊലിയും ഒക്കെ ഔഷധയോഗ്യമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഈ ഒരു പൂവ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാൻ നല്ലതാണ്. ടീ മാതിരി നമ്മൾ ശംഖുപുഷ്പമൊക്കെ ചെയ്യുമല്ലോ, ആ ഒരു മാതിരി നമുക്ക് ഇതിൻ്റെ ടീ ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫ്ലവർ ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ നല്ലതാണ്. ഈ പ്രമേഹ രോഗത്തിനൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത് നമ്മുടെ ഹെൽത്തിന് മാത്രമല്ല കേട്ടോ, ഓരോ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടും ഈ ഒരു ആവാരമ്പൂ യൂസ് ആക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ കണ്ടുവരാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചും എന്താണ് പോകുന്നുള്ളതിനെക്കുറിച്ചൊന്നും അങ്ങനെ കൂടുതൽ അറിയാത്തത്. നമ്മൾ ജസ്റ്റ് യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ ആണെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാക്കും ആവാരമ്പൂവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ളത്. സ്കിന്നിലുണ്ടാകുന്ന ഈ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ ഈ ഒരു ആവാരം പൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആവാരം പൂ നന്നായിട്ട് കഴുകി വാരി ഒരു അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം പോകാനായിട്ട്. പിന്നെ നമ്മളൊരു ചെറിയ തണ്ട് കറ്റാർവാഴ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മഞ്ഞ ലിക്വിഡെല്ലാം പോയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ മുള്ളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ജെല്ല് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജെല്ല് റിമൂവ് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലോട്ടാണ് ഇടുന്നത്. വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകി വാരി എടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ടാണ് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആവാരം പൂവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ലുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സാധനമായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ആവാരം പൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൂ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആ ഒരു ചെറിയ കഷ്ണം കറ്റാർവാഴയുടെ ജെല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെ കിട്ടിയേക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു ആവാരം പൂ നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു കറ്റാർവാഴയുടെ ജെല്ലുള്ളത് കൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അഥവാ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ DM വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എന്തെങ്കിലും ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ തുണിയിലോ ഇട്ടിട്ട് ഒന്ന് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജ്യൂസും കൂടെ എടുത്തിട്ട് കാണിച്ചു തരാം എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ പൂവ് നമ്മൾ DM വാട്ടറിലിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു ജ്യൂസ് അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജ്യൂസ് നമ്മൾ മുഴുവനായിട്ടും പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ അതിൻ്റെ വേസ്റ്റ് പോലെ വന്നിരിക്കുന്നത്. ജ്യൂസ് പിഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗം നമുക്കത് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇനി എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒരു മെഷറിംഗ് കപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു 60 ml മെഷറിംഗ് കപ്പാണ്. ഈ ഒരു കപ്പിന് നമുക്ക് ഏകദേശം ഒരു 15 ml അടുത്താണ് കിട്ടിയേക്കുന്നത്. കറക്റ്റ് നമുക്ക് വെയിറ്റ് മെഷീനിൽ അളവ് നോക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഒരു 15 ml അടുത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ 500 ഗ്രാമിൻ്റെ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് മെഷീനിലോട്ട് അതിൻ്റെ അളവും
കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഏകദേശം ഒരു 15 ml ഒക്കെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 15 ml അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഒരു 3 ml അടുത്ത് ചേർത്തിട്ടുണ്ട്. അടുത്തായിട്ട് ചേർക്കുന്നത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ബേസാണ്, എങ്കിൽ കൂടിയും ഒരു 3 ml അടുത്ത് വെജ് ഗ്ലിസറിനും ചേർക്കുന്നുണ്ട് കേട്ടോ. ഗ്ലിസറിൻ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിലും ഒരു 3 ml അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഓയിൽ ഒരു 1 ml അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു 5 എണ്ണം ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഓയിലും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ ഒരു 25 ml ആണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാം ബേസിന് 25 ml. നമ്മൾ എടുക്കുന്ന ബേസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും അതുപോലെ നമ്മൾ ചേർക്കുന്ന മെഷർമെൻറ്റിലും ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ 25 ml മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണമയം പോലെ പൊങ്ങിക്കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു കളറിലാണ്, നല്ലൊരു യെല്ലോ കളറിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മുടെ 50 ഗ്രാമിൻ്റെ മോൾഡിലും ചെയ്യുന്നുണ്ട് നമ്മൾ. ഇതൊരു 15 ക്യാവിറ്റിയുടെ മോൾഡാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 100 ഗ്രാമിൻ്റെ ഓവൽ ഷേപ്പിലുള്ള മോൾഡിലും ചെയ്യുന്നുണ്ട്. ഇതൊരു 6 ക്യാവിറ്റിയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ 2 മോൾഡിലാണ് നമ്മുടെ സോപ്പ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇനി അതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തെടുക്കാം. നമ്മൾ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് മെഷീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബേസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 512 ഗ്രാമിൻ്റെ അടുത്ത് ബേസ് എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കറക്റ്റ് ഗ്രാം എടുക്കാതെ കുറച്ച് ഒരു 5-6 ഗ്രാമൊക്കെ കൂടുതലെടുക്കുക. നമ്മൾ എന്തായാലും ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പാത്രത്തിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 512 ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസറിൻ്റെ ബേസ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോഡ് മിൽക്കിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഷിയ ബട്ടറിൻ്റെ ബേസിൽ ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ബേസ് ഇവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മെഷർ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബേസ്. ഇനി നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വെള്ളമൊക്കെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി തുടങ്ങിയിട്ടുണ്ടോ, അതിലേക്ക് നമ്മുടെ ഒരു ബേസും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസൊക്കെ അങ്ങനെ മുഴുവനായിട്ടും ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഗ്ലിസറിനും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും ആൽമണ്ട് ഓയിലൊക്കെ ചേർത്തുള്ള ഒരു മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പാത്രത്തിലെടുത്തപ്പോൾ നല്ല മഞ്ഞ കളറ്, ബേസിലോട്ട് ഒഴിച്ചപ്പോഴും ആ ഒരു മഞ്ഞ കളർ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇളക്കിയെല്ലാം മിക്സൊക്കെ ആയി കഴിയുമ്പോൾ കളറിൽ വരുന്ന മാറ്റമൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇതിങ്ങനെ പതക്കെട്ട് പോലെ മുകളിലിരിക്കുന്നുണ്ട്. രാവിലെ തന്നെയാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയുടെ അടുത്തായിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രാഗ്രൻസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മൾ മേടിക്കുന്ന കമ്പനിയുടെ അനുസരിച്ചും റേറ്റൊക്കെ അനുസരിച്ചും അറിയാമായിരിക്കുമല്ലോ എന്തോരം ചേർക്കണം എന്നുള്ളത്. 1 കിലോ ബേസിലേക്ക് 20 മുതൽ 25 വരെ ചേർക്കാവുന്നതാണ്. നല്ല സ്മെല്ല് വേണമെന്നുള്ളവർക്ക് 25 വരെ ചേർക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ മോഡിലോട്ടായിട്ട് ഇനി ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഒട്ടും സമയം കളയാതെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഒരു ബേസ് കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു 100 ഗ്രാമിൻ്റെ ഓവൽ ഷേപ്പിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 100 ഗ്രാമിൻ്റെ മോൾഡാന്ന് പറഞ്ഞ് മേടിച്ചാലും സോപ്പെല്ലാം സെറ്റായി കഴിയുമ്പോൾ ഏകദേശം ഒരു 100, 106, 110 അങ്ങനെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഷേപ്പിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ആകാംക്ഷയോട് കൂടിയാണ് ഇരിക്കുന്നത് കേട്ടോ. എന്തോരം എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സോപ്പ് കിട്ടിയേക്കണമെന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്, ഈ കളർ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വരണമെന്നൊക്കെ അറിയാനായിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സോപ്പ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ 50 ഗ്രാമിൻ്റെ മോഡിലോട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടാക്കും. അത് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. എങ്കിൽ കൂടിയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 മാസമൊക്കെയാണ് ഷെൽഫ് ലൈഫ് പറയുന്നത്. 2-3 മാസം പറഞ്ഞാലും നമ്മളതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മുഴുവനായിട്ടും സോപ്പിൻ്റെ മിക്സ് മോഡിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റായതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് കിട്ടിയേക്കണേന്നുള്ളത്.
നമുക്കിതിന് മുകളിൽ വരുന്ന പത ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്, അല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെയൊക്കെ അടുത്ത് സെറ്റായിട്ടുണ്ട് നമ്മുടെ സോപ്പ്. 3 മണിക്കൂറൊന്നുമില്ല കേട്ടോ, അതിൽ കൂടുതൽ നേരം ഇരുന്നിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കുമാണ് ഞാൻ മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അൺമോൾഡ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് കിട്ടിയേക്കണമെന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്യുകയാണ് കേട്ടോ. കളറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കളർ കാണാനായിട്ട്. ഒരു കളറ് കാര്യങ്ങളോ ഒന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു ജ്യൂസ് എടുത്ത് നമ്മൾ ബേസിലോട്ട് ഒഴിച്ചപ്പോൾ കിട്ടിയേക്കണ കളറാണ്. ഈ കളറിലാണോ നിങ്ങൾ ആവാരം പൂവിൻ്റെ സോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയേക്കണേന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ 50 ഗ്രാമിൻ്റെ മോൾഡിൽ നിന്ന് നമ്മൾ അതും അൺമോൾഡ് ചെയ്യുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ സോപ്പും കാണാനായിട്ട്. നമ്മൾ എന്താ പറയുക, ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സോപ്പ് ചെയ്യുന്നത്. ഈ ഒരു സോപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് വരുമ്പോൾ നോക്കിയെങ്കിലും ഡ്രൈ ഫ്ലവർ ആയതുകൊണ്ട് ഒരു മടിയായിരുന്നു മേടിക്കാനായിട്ട്. കൂടുതലും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ടാണ് സോപ്പ് ചെയ്യാറ്. ഫ്രഷ് ഫ്ലവർ കിട്ടി, ഇപ്പോൾ ചെയ്ത് നോക്കി, നല്ല രീതിയിൽ വരികയും ചെയ്തു. നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ലാവണ്ടറിൻ്റെ സ്മെല്ലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാ സോപ്പും നമ്മൾ അൺമോൾഡ് ചെയ്തതിന് ശേഷം ഓരോ സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ അറിയേണ്ടത് എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 100 ഗ്രാമിൻ്റെ സോപ്പ് 112 ഗ്രാം, പിന്നെ ഒരു സോപ്പ് 110 ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അടുത്തത് 105 ഗ്രാമിൻ്റെ അടുത്ത്, പിന്നെ അടുത്തത് നമ്മൾ 50 ഗ്രാമിൻ്റെ സോപ്പാണ്. ഒരെണ്ണം 46, പിന്നെ 47 വന്നിട്ടുണ്ടായിരുന്നു, പിന്നെയും വീണ്ടും ഒരു 47, വീണ്ടും ഒരു 47 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്തപ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ആവാരം പൂവിൻ്റെ സോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫ്രഷ് ഫ്ലവർ വെച്ചാണോ അല്ലെങ്കിൽ ഡ്രൈ ഫ്ലവർ വെച്ചാണോ ചെയ്തിരിക്കുന്നത്, കളർ ഇങ്ങനെയാണോ വരുന്നത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ നമ്മളെപ്പോഴും അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം. ക്ലിങ് ഫിലിം ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് ആ രീതിയിൽ കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആവാരം പൂവിൻ്റെ സോപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വിത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോണ വഴിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു ഫ്ലവർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ആവാരം പൂവ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വിളിച്ചു കഴിഞ്ഞ് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്, പറ്റുന്ന കോളുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതെൻ്റെ വാട്സപ്പ് നമ്പറാണ്, ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താലും മതിയാകും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ആവാരം പൂവിൻ്റെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.